ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 വ്യാപാര വിപണന വിതരണ മേഖലകളിൽ 2025 ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുകയും അതിന് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് 2025 തന്നെ തുടങ്ങി വെച്ചതായുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂൺ മാസത്തിൻ്റെ മുമ്പ് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള വിജയം എല്ലാ മേഖലകളിലും വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടായാലും വരുമാന മാർഗമുണ്ടായാലും ഈ ഒരു വർഷം ചെലവിനങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. ചെലവിനങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്ന് മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ധ്രുവീകരിക്കുക എന്നൊരാശയം അവലംബിച്ചാൽ മാത്രമേ പിന്നീട് 2027 അതിൻ്റെ ഒരു നേട്ടമുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കാൻ ഇടവരും. അനൗദ്യോഗികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം ഉണ്ടാകുന്നത് വഴി ദാനധർമ്മങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടവരും. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും ഗുണകരമായി തീരുവാനും ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ ജൂൺ മാസം മുതൽ വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും വ്യക്തി പ്രഭാവത്താൽ ഏതോ വിധത്തിലുള്ള വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും ദുഷ്കീർത്തിയും അതിജീവിക്കുവാനുള്ള വഴിയും കഴിവും പ്രാപ്തിയും അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളിലും തന്മയത്വത്തോടുകൂടിയതായുള്ള സമീപനവും അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ അനുസരിച്ചും കൊണ്ടും മിതത്വത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴിയും എല്ലാം മംഗളകരമായി പര്യവസാനിക്കുവാനുള്ള യോഗം ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2026 യോഗം കാണുന്നുണ്ട്.